അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചാനൽ മോണിറ്റൈസേഷൻ ആയോ എന്നുള്ള പറഞ്ഞിട്ട് തമിഴിലൊക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ലായിരുന്നു. നമുക്ക് കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ ഒരു ഷോർട്സ് ക്ലിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ ഒരു ചാനൽ കയറി അങ്ങ് മോണിറ്റൈസേഷനായി. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു റൂൾസ് അനുസരിച്ച് ഒരു ഹാഫ് മോണിറ്റൈസേഷൻ എന്നതാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹാഫ് മോണിറ്റൈസേഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ കുറേ ആക്കുമ്പോൾ വിചാരിച്ചുകൊണ്ട് ഒറ്റ സ്റ്റെപ്പാണ് ഈ ഒരു മോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരൊറ്റ സ്റ്റെപ്പല്ല, ഇതൊരു 2 കടമ്പയാണ് ശരിക്കും നമ്മളിതിന് കടക്കേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു രീതി പറയാം. എൻ്റെ ഒരു ചാനൽ ഞാൻ തുടങ്ങിയ ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ ആദ്യം തുടങ്ങിയപ്പം ഫസ്റ്റ് അതിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ 3000 വാച്ച് അവർ, അത് നമ്മൾ പിന്നെ 90 ഡേയ്സിനുള്ളിൽ ഇത്ര വീഡിയോസ് ചെയ്യണം, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആദ്യം തന്നെ നമ്മളത് ഇത് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3000 വാച്ച് അവർ ആയിരുന്നു നമ്മളെ മുന്നിലുണ്ടായിരുന്നത്. 3000 വാച്ച് അവർ നമ്മൾ കുറേ വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം അതൊരു പകുതിയോളം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ഷോർട്സ് അത്യാവശ്യം 4 മില്യണോളം വ്യൂസ് ആ ഒരു ഷോർട്സിൽ നിന്ന് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയയും കൂടെ അങ്ങ് കംപ്ലീറ്റ് ആയത്. അതോടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ഓണായത്. ഹാഫ് മോണിറ്റൈസേഷൻ ഓണായപ്പോൾ നമുക്ക് എനേബിൾ ആയ കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് സൂപ്പർ ചാറ്റും പിന്നെ ഒന്ന് മെമ്പർഷിപ്പുമാണ്. നമ്മളിപ്പം സൂപ്പർ ചാറ്റ് നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അതിൻ്റെ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് നമ്മൾ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വെക്കുന്നില്ല. കാരണം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ കൊടുത്ത് അവരൊരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് അവരുടെ ആ ഒരു പീക്ക് ഇത്ര ലെവലുണ്ട്, ആ ഒരു പീക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അവരുടെ വീഡിയോ കാണണമെങ്കിൽ നമുക്ക് ആ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ഇറങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ നേരത്തെ കണ്ട് നമുക്ക് കാണാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് മെമ്പർഷിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ ആ ഒരു ഫസ്റ്റ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമ്മൾ വന്ന് നമുക്ക് ഓരോരോ ഹോപ്പ് കിട്ടുമ്പം നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്ത് പോകുമ്പം നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമ്പം നമ്മളൊക്കെ ആ ഒരു ഫീല് അതൊന്ന് ഭയങ്കരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങിയിട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 വർഷത്തോളം അങ്ങോട്ടാവുന്നു ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിലെ മോണിറ്റൈസേഷൻ ഓണായോ, ഇതിന് പൈസ കിട്ടുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കിട്ടുന്നില്ലെങ്കിലും എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ഞാൻ ഓണായിട്ടുണ്ട്. പക്ഷേ ഞാനതിൽ ലൈവും പിന്നെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേ സൂപ്പർ ചാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്തായാലും ഇപ്പം തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു രീതിയിലായിരുന്നു. ആദ്യം നമുക്ക് ഒറ്റ ഒരു കടമ്പേന്നാണ്, അത് 4000 വാച്ച് അവറും പിന്നെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സും അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിനി താണ്ടേണ്ടതാണ്. നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ്, നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ അറിയാമല്ലോ, സബ്സ്ക്രൈബർ നമുക്ക് എത്ര വേണമെങ്കിലും കൂടും. അതിപ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്ത് തുടങ്ങി ആർക്കായാലും എത്ര വേണമെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെ വരാം. അപ്പം ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അങ്ങനെ കിട്ടും. പിന്നെ നമ്മുടെ ആ ഒരു മെയിൻ ഒരു ഘടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 4000 വാച്ച് അവറാണ്. ആ 4000 വാച്ച് അവർ നമ്മൾ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലോങ് വീഡിയോസൊക്കെ ആഡ്സ് ഒക്കെ കൊണ്ടുവരാം. ആഡ്സിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പൈസ കിട്ടുന്നത്. ആഡ്സ് വഴിയാണ് നമുക്ക് പൈസ നമ്മുടെ ഇതിലേക്ക് ഓരോ വീഡിയോയ്ക്കും കൊടുക്കുന്ന ആഡ്സ്. എന്തായാലും നമുക്ക് ഈ ഒരു നമ്മൾ കുറേയധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേയധികം ഷോർട്സ് നിങ്ങൾക്ക് എടുത്താൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചായിരുന്നു, ഇതേപോലെ നമ്മുടെ പഴയ വീഡിയോസിനൊക്കെ ഇതേപോലെ മോണിറ്റൈസേഷനൊക്കെ ഓണാകുമ്പോൾ പൈസ കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മളത് ഒന്ന് സെർച്ച് ചെയ്തൊന്ന് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ പഴയ വീഡിയോസിനൊന്നും നമുക്ക് എന്തായാലും പൈസ കിട്ടത്തില്ല. കാരണം പഴയ വീഡിയോസിന് എന്തെങ്കിലും ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ അത് ആ ഒരു മോണിറ്റൈസേഷൻ ഓണായി കഴിഞ്ഞുള്ള സമയത്ത് ആരെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ ആ ആഡിനുള്ള പൈസ നമുക്ക് കിട്ടും. അതേപോലെ ആയിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസിനായിരിക്കും നമുക്ക് പൈസ കിട്ടാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ 4000 വാച്ച് അവറും ഏകദേശം അടുത്താണ്. എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്തായാലും ഞാൻ വെയിറ്റിങ്ങിലിരിക്കുന്ന ആ ഒരു കാര്യത്തിനാണ്. എന്തായാലും നമ്മുടെ ആ ഒരു 4000 വാച്ച് അവറോട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ വീഡിയോസിൽ നിന്നുള്ള ഏണിങ്സ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്.
ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് മോണിറ്റൈസേഷൻ ഓണായത് കണ്ടപ്പം ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള നമുക്ക് ആ ഒരു ബാറ് ഒന്ന് ലൈറ്റ് കത്തി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഓരോരോ മൂമെൻറ്റ്സ്. എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അത് നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക. വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഫോക്കസ് നമ്മൾ ആ ഒരു നിർത്താതെ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടായിരിക്കും. അത് ഞാൻ 100% ഉറപ്പോടെ പറയാം. കാരണം ഞാനത് ഞാനത് അറിഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പം നല്ല അത്യാവശ്യം ഷോർട്സ് ആണെങ്കിലും നമുക്ക് ഷോർട്സിനാണെങ്കിലും ഇപ്പം അറിയാം, ഷോർട്സിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. പലർക്കും ഷോർട്സിൽ നിന്നും കിട്ടുന്നുണ്ട്. ഷോർട്സിൽ നിന്ന് അത്രയില്ല, എന്നാലും ഷോർട്സിൽ നിന്നും ഒരു പരമാവധി ഇപ്പം ഷോർട്സിൽ ഹൈ വ്യൂവേഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഷോർട്സിൽ നിന്ന് മാത്രം ചിലപ്പം നല്ലപോലെ ഏണിങ്സൊക്കെ കിട്ടും. ഇപ്പോൾ ലോങ്ങിലാണെങ്കിൽ അതിൻ്റെതായ രീതിയിലൊക്കെ നമുക്ക് അറിയാമല്ലോ, വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ എത്ര രീതിയിലായിരിക്കും. പിന്നെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വ്യൂവേഴ്സിനനുസരിച്ചാണ് പൈസ കിട്ടുന്നതെന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു തെറ്റായ ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായത് ഇതേപോലെ വ്യൂവേഴ്സിനല്ല, ഇവിടെ ആഡ്സിനാണ് പ്രധാനം എന്ത് വിചാരിച്ച് കിട്ടിയത്. ഇപ്പോൾ എന്തായാലും ആഡ്സൊക്കെ വരുന്നു, അങ്ങനെ ആഡ്സ് കയറി വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഷോർട്സിലാകുമ്പോൾ നമുക്ക് വ്യൂസിന് അനുസരിച്ചൊക്കെ കിട്ടുന്നെന്നൊക്കെ പറയുന്നു. എന്തായാലും എനിക്കറിയില്ല. ഇനി എനിക്ക് കിട്ടി തുടങ്ങുമ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ പുതിയൊരു ക്രിയേറ്റർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാം. എനിക്ക് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. എന്തായാലും ഞാൻ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഓരോ മെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ആ ഒരു ഭാഗത്തുനിന്നും എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇനി നമ്മുടെ ആ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോങ്ങും നമുക്ക് ഏണിങ്ങിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഈ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്തായാലും കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു, അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വെച്ചു. നമ്മുടെ ആ ഒരു ഹാഫ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയത് കൂടെ തന്നെ നമ്മുടെ പുറകിന് നമ്മുടെ മറ്റേ ലോങ്ങിൻ്റെ നമ്മൾ വരുന്നുണ്ട്, ലോങ്ങിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ മതി, അതുമായിക്കഴിഞ്ഞാൽ നമുക്ക് എനേബിൾ ആകുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാമല്ലോ ബാക്കി നമ്മൾ ഈ ഏണിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് കുറേ സെർച്ച് ചെയ്യാറുള്ളതാണ്. ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോഴും അങ്ങനെയൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു $10, പിന്നെ ആഡ്സെൻസിൻ്റെ പിന്നെ അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ പുതിയൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് അതൊരു ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. എന്തായാലും നമ്മുടെ ആ ഒരു ഇത് ഓണായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇത്രയും ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് പതിയെ ആണെങ്കിലും വരുന്നുണ്ടല്ലോ, പതുക്കെ വരുന്നുള്ളെങ്കിലും നമുക്കത് നല്ല ഹാപ്പിനെസ്സാണ് നമുക്ക് ശരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും നിങ്ങളോട് കൂടി ഇത് പറയാൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ, യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോരാ, സബ്സ്ക്രൈബർ പോരാ, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് പോരാ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിലൊന്നും നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങളുടെ കണ്ടൻറ്റ് എന്തുവാണോ നിങ്ങളത് ഇട്ടുകൊണ്ട് പോവുക. നിങ്ങളുടെ കണ്ടൻറ്റ് എന്തുവാണോ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് ശരിക്കും പറയാം. ഞാൻ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത്. മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് കുറവാണോ അതൊന്നും നോക്കണ്ട. നമ്മൾ സ്ട്രൈറ്റ് നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു വീഡിയോക്കുള്ള റിസൾട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. എന്തായാലും ഞാനൊരു അപ്ഡേറ്റിന് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾക്കുള്ളതായിരിക്കും.